നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയഭാവിയെ അനാവരണം ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ വിധി തുറക്കുന്നു. എന്താണ് നിങ്ങൾക്കായിട്ട് പ്രണയത്തിന്റെ ഭാവി യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് പെൻഡക്കിൾസ് ആണ്. 10 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, കാർഡ്സിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാലോ, ഒരു സന്തോഷകരമായ സമൃദ്ധിയോട് കൂടിയ ഒരു ഫാമിലി ലൈഫാണ് നിങ്ങൾക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരുമായിട്ട്, നിങ്ങളുടെ ഒരു ഫാമിലിയിൽ എല്ലാവരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയിട്ട് സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് പെൻഡക്കിൾസ് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ചാരിയറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ നല്ല രീതിയിൽ വിജയിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രണയ ജീവിതം വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്നത്. സെലിബ്രേഷനാണ് നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ആ പേഴ്സൺ, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഒരു പ്രണയം നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു. നൈറ്റ് ഓഫ് സോട്ട്സ് അതാണ് പറയുന്നത്. ആ കുതിര പാഞ്ഞു വരുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വരുന്നത് ഒരു തുല്യത തരുന്ന, നിങ്ങൾക്ക് ഒരു തുല്യത നൽകുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാവർക്കും പുതിയതായിരിക്കില്ല, ചിലർക്ക് പഴയതായിരിക്കാം. പുതിയതാണെങ്കിൽ പുതിയതും പഴയതാണെങ്കിൽ അവരും നിങ്ങൾക്കൊരു തുല്യത തരാനായിട്ട് എല്ലാ കാര്യത്തിലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം നിങ്ങൾക്ക് അത് വളരെ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് ക്യൂൻ ഓഫ് സോട്ട്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെ തടസ്സമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകും. അതിനെല്ലാം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിഷ്പ്രയാസം മറികടക്കാനായിട്ട് സാധിക്കും. വളരെ ശക്തവും പാഷനേറ്റഡുമായിട്ടുള്ള ഒരു പ്രണയകാലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള, ശക്തമായിട്ടുള്ള, പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു മെരുക്കിയെടുക്കാൻ സാധിക്കുന്ന വളരെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ, നല്ല അനുഗ്രഹത്തോടു കൂടി, യൂണിവേഴ്സിന്റെ അനുഗ്രഹത്തോടു കൂടി, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇതിന്റെയൊക്കെ അനുഗ്രഹത്തോടു കൂടി, നിങ്ങളുടെ വീട്ടുകാരുടെ അനുഗ്രഹത്തോടൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു വിവാഹം നിങ്ങൾക്ക് നടക്കാനുള്ള സാഹചര്യം വരുന്നു എന്നാണ് ദി ഹൈറോഫന്റ് പറയുന്നത്. ജസ്റ്റിസ്, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു തുല്യനീതി, തുല്യത, ഇതെല്ലാം എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ജസ്റ്റിസും പറയുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ വിവാഹം കഴിയുന്നതോടുകൂടി സാമ്പത്തികമായിട്ട് നല്ലൊരു പുരോഗതിയും ജീവിത അഭിവൃദ്ധിയൊക്കെ നിങ്ങൾക്ക് വന്ന് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസും പേജ് ഓഫ് പെൻഡക്കിൾസ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് സമൃദ്ധി, സന്തോഷം, എല്ലാവിധ നന്മകളും നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ലഭ്യമാകും എന്നാണ് പറയുന്നത്. നിങ്ങൾ 9 ഓഫ് കപ്പ്, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരാൻ പോകുന്നത്. ആ ഹൃദയം നിറയെ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാന്നാണ് പറയുന്നത്. കാരണം ആ ലൈഫിൽ കീ ഇരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലെ കീ ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അത് എംപറർ പറയുന്നത്, ആ കീ നിങ്ങൾ എന്താണോ ആ കീ ഉപയോഗിച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ ആ റിലേഷൻഷിപ്പിൽ എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയും അത് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ നല്ല കാര്യങ്ങളും വരും തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രണയ ഭാവിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് എല്ലാ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.